അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഇടവേളകളിൽ അയ്യപ്പൻ വിവാദങ്ങളിൽ വരാറുണ്ട്. ഇതിനകത്ത് ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുന്നത് ഒരു തട്ടിപ്പാണ്. ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന് മുമ്പേ ഉള്ള ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് ഇതെന്നാണ് UDFൻ്റെ ആരോപണം. കൂടുതൽ ഇടതുപക്ഷക്കാരായ ഭക്തന്മാരായിരിക്കും, കാരണം ഇവരായിരിക്കുമല്ലോ സംഘടിപ്പിക്കുന്നത് സർക്കാരിൻ്റെ പരിപാടി. 365 ദിവസം തുറക്കുക, ഗുരുവായൂർ പോലൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കുക, 200 ഏക്കർ സ്ഥലം വാങ്ങുക, അതിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുക, എരുമേലിയിൽ വിമാനത്താവളം പണിയുക, ഇതായിരുന്നു ചില ആളുകളുടെ അജണ്ട. ഇവിടുത്തെ നടവരവാണ് ഈ പ്രശ്നം. കോടിക്കണക്കിന് രൂപ വരുന്നു, അല്ല അവിടെ കുറച്ച് പൈസ കുറഞ്ഞ ആൾ കുറഞ്ഞാൽ ഈ ഒരു അയ്യപ്പനെ രക്ഷിക്കാനും ആരും ഇറങ്ങില്ല, അയ്യപ്പൻ്റെ സംഗമത്തിനും ആരും ഇറങ്ങില്ല, ഒന്നും ഇറങ്ങില്ല. വിശ്വാസം വിശ്വാസികൾക്കുള്ളത്, രാഷ്ട്രീയം രാഷ്ട്രീയത്തിനുള്ളത്. നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമം നടക്കുവാൻ വേണ്ടി പോവുകയാണ്. CPM മുൻപ് നിലപാട് എടുത്തിരുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു. ഇപ്പോൾ CPMൻ്റെ നിലപാട് എന്താണ്? ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ V. സുഭാഷ് ചന്ദ്രബോസ്. ഈ ആഗോള അയ്യപ്പ സംഗമമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടോ ഈ ഒരു സംഗമം? ഇതിനകത്ത് ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുന്നത് ഒരു തട്ടിപ്പാണ്. ആ വാക്ക് ഏതെങ്കിലുമൊക്കെ 4-5 രാജ്യത്തു നിന്ന് അയ്യപ്പ ഭക്തന്മാരായ ആളുകൾ വരും. ഇവിടെ ഒരു 500 പേരാണ് അവർ പറയുന്നത്. ഇവിടുത്തെ കുറച്ച് ഭക്തന്മാരും ഇരിക്കും. കൂടുതൽ ഇടതുപക്ഷക്കാരായ ഭക്തന്മാരായിരിക്കും, കാരണം ഇവരായിരിക്കുമല്ലോ സംഘടിപ്പിക്കുന്നത് സർക്കാരിൻ്റെ പരിപാടിയല്ലേ, അവരുടെ പരിപാടി. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഇടവേളകളിൽ അയ്യപ്പൻ വിവാദങ്ങളിൽ വരാറുണ്ട്. ഒന്നുമില്ല, അയ്യപ്പൻ കൊടുക്കുന്ന വിവാദമാണോ, അങ്ങനെയുണ്ടല്ലോ, ദൈവം തന്നെ ഉണ്ടാക്കുന്ന വിവാദമാണോ, അതോ മനുഷ്യരുണ്ടാക്കുന്ന, എന്തായാലും ഒരു വിവാദമുണ്ട്. അയ്യപ്പ ക്ഷേത്രം ബുദ്ധക്ഷേത്രമായിരുന്നു പറഞ്ഞത് കുറേ കാലം വിവാദമായിരുന്നു. പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ കുറച്ച് പേർ, എല്ലാവരും ഇല്ല, കുറച്ച് പേര് വന്ന് പറയുന്ന ദളിത് ആക്ടിവിസ്റ്റുകൾ പറയുന്നത് അത് ആദിവാസികളുടെ അമ്പലമായിരുന്നു, ശാസ്താവിൻ്റെ അമ്പലമായിരുന്നു, കല്യാണം കഴിച്ച ശാസ്താവാണ്. ഇങ്ങനെ കുറേ കഥകൾ അയ്യപ്പനെ സംബന്ധിച്ച് പറഞ്ഞു. എന്തായാലും നൈഷ്ഠികം ബ്രഹ്മചാരി എന്നുള്ള സങ്കല്പത്തിൽ ചെറുപ്പക്കാരനായ നൈഷ്ഠിക ബ്രഹ്മചാര്യൻ നടത്തുന്ന ആളെന്നുള്ള നിലയിൽ സ്ത്രീകൾക്ക്, അതായത് പീരീഡിലുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. എന്നാൽ ചില സ്ത്രീകളൊക്കെ തെറ്റിദ്ധരിച്ചൊക്കെ പോയിട്ടുണ്ട് അവിടെ, പക്ഷേ സ്ഥിരമായിട്ട് അനുവദിച്ചിരുന്നില്ല. അങ്ങനെയാണ് സുപ്രീം കോടതി വിധി വരുന്നത്. വിധി അവസാനം അത് കേരള സർക്കാർ വിധിയിൽ ഉരുട്ട് കളിച്ചു. അപ്പോൾ കേരള സർക്കാർ വിചാരിച്ചത് സ്ത്രീകളെല്ലാം അവിടെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടും, ഗുണം കിട്ടുമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഇരുന്നൊരു അജണ്ടയുണ്ട്, ഇതുവരെ ഒരു ചാനലും വെളിപ്പെടുത്തിയിട്ടില്ലാത്തൊരു അജണ്ടയുണ്ട്. ഞാനത് ആദ്യമായിട്ട് പറയണം, എൻ്റെ ഒരു അറിവാണ് ഈ പറയുന്നത്. ശബരിമല അയ്യപ്പൻ്റെ ഈ വിധി വന്നപ്പോൾ RSSൻ്റെ ഫയ്യ ജോഷി എന്ന് പറയുന്ന സർവ സംഘചാലകൻ്റെ സെക്കൻഡ് ലെഫ്റ്റനൻറ്റ്, മോഹൻ ഭഗവതാണല്ലോ ഫസ്റ്റ് ആൾ. സെക്കൻഡ് ലെഫ്റ്റനൻറ്റിനോട് ഒരു ഹിന്ദിക്കാരിയായ വീഡിയോ ചാനൽ റിപ്പോർട്ടർ പോയി ചോദിച്ചു, ഇങ്ങനെ കേരളയിൽ അയ്യപ്പ മന്ദിറിൽ ഇങ്ങനൊരു വെർഡിക്റ്റ് വന്നു കോർട്ടിൽ, എന്താണ് അഭിപ്രായം? അപ്പം അദ്ദേഹം ഇതറിയാതെ, കേരളത്തിൻ്റെ ഈ കൾച്ചറൊന്നും അറിയാതെ, ഈ സംസ്കാരം നൈഷ്ഠിക ബ്രഹ്മചാരി ഒന്നും അറിയില്ലല്ലോ, അയ്യപ്പ മന്ദിർ നോ പ്രോബ്ലം കയറട്ടെ എന്ന് പറഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ രമേശ് ചെന്നിത്തല കേരളത്തിൽ പറഞ്ഞു, നല്ല വിധിയാണ്, എല്ലാ സ്ത്രീകൾക്കും പോകാമല്ലോ. വീണ്ടും അടുത്ത മിനിറ്റിൽ ശിവൻകുട്ടി, നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി, അമേരിക്കയിലാണ് പിണറായി വിജയൻ. അമേരിക്ക ഇരുന്നുകൊണ്ട് പിണറായി വിജയൻ പ്രസ് റിലീസ് ഇറക്കി, ഇവിടെ പറഞ്ഞ് ഇറക്കി 200 ഏക്കർ സ്ഥലം ഉടൻ തന്നെ ഇവിടെ വേണമെന്ന്, ശബരിമല വേണമെന്ന്. അപ്പോൾ എനിക്ക് കത്തി, ഈ വിധി വരുന്നുമ്പോൾ എന്താ 200 ഏക്കർ, വിധി വന്ന് 1 മിനിറ്റിലും ആയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അന്വേഷണമൊക്കെ നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഗൂഢാലോചനയാണ്. അതിൽ ആ വിധിയിലും ഒരു ഗൂഢാലോചന ഉണ്ടെന്നാണ് പറയുന്നത്. ആ ജഡ്ജി ഇപ്പോൾ റിട്ടയറായിപ്പോയി, അദ്ദേഹത്തെ അടക്കം പല ആളുകളും സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണെന്ന് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ അറിയാം, ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. കോർട്ടുമായി ബന്ധപ്പെട്ട് കോർട്ടലക്ഷ്യം വരും. എന്തായാലും ജഡ്ജിയുടെ വിധി വന്നു, സ്വാധീനിച്ചാലും ഇല്ലായാലും വിധി വന്നു. അപ്പോൾ വിധി വന്നു കഴിഞ്ഞപ്പോൾ 200 ഏക്കർ സ്ഥലം വേണം അവിടെ, അത് വനം വകുപ്പിൽ നിന്ന് വാങ്ങുക, ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടുക. പിന്നെ ഒരു അജണ്ട ഉണ്ടായിരുന്നത്, ഇപ്പോൾ സ്ത്രീകളൂടെ കയറി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ഗുരുവായൂർ പോകുമ്പോലെ, തിരുപ്പതി പോകുമ്പോലെ, സ്ത്രീ പുരുഷൻ, പിന്നെ അവർ രണ്ടുപേരും മാത്രമായിരിക്കില്ല, മക്കളുമൊക്കെ പോകും. അപ്പോൾ ഫാമിലി ട്രിപ്പ് ആവും അവിടെ. അപ്പം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ഈ ഒരുപാട് ആളുകൾ അവിടെ വന്നാൽ, ഇപ്പോൾ വരുന്ന 1 കോടിക്ക് വരെ 3-4 കോടി ആളുകൾ വരും. അങ്ങനെ വന്ന സ്വാഭാവികമായിട്ട് ക്യാരിങ് കപ്പാസിറ്റി മറിയും. സ്വാഭാവികമായൊരു ട്രെൻഡ് ഉണ്ടാവും, വർഷത്തിൽ 365 ദിവസം തുറക്കണം, 41ൻ്റെ കഥ കളി ഒരു പ്രഷറിൻ്റെ കൂടെ മാറും. അങ്ങനെ 365 ദിവസം തുറക്കുക, ഗുരുവായൂർ പോലൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കുക, 200 ഏക്കർ സ്ഥലം വാങ്ങുക, അതിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുക, എരുമേലിയിൽ വിമാനത്താവളം പണിയുക. ഇതായിരുന്നു ഒറിജിനൽ സർക്കാരിൻ്റെ, ചില ആളുകളുടെ, സർക്കാരിൻ്റെ ഞാൻ പറയുന്നില്ല, ചില ആളുകളുടെ അജണ്ട. ഈ അജണ്ട പൊളിഞ്ഞു പോയി. പക്ഷേ
ഈ സമരം RSS വരെ ആദ്യം കുറച്ച് പേർ, ഇപ്പോൾ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെക്കുറിച്ച് ആക്ഷേപമുണ്ട്. കുറച്ച് പേർ പറഞ്ഞു നല്ല വെർഡിക്റ്റാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഭാരതീയ വിദ്യാകേന്ദ്രത്തിലെ സഞ്ജയൻ ലേഖനം എഴുതി പലരും പറഞ്ഞു ഇത് വരട്ടെ എന്ന്. പക്ഷേ കുറേ സ്ത്രീകൾ ഇറങ്ങി സമരം ചെയ്തു. ആ സമരം പന്തളം കൊട്ടാരം ഏറ്റെടുക്കുന്നു, NSS ഏറ്റെടുക്കുന്നു, പിന്നെ കേരളമാകെ അത് ഏറ്റെടുക്കുന്ന കഥയാണ് വന്നത്. അറച്ചു നിന്ന BJP ചാടി വീഴുന്നു, RSSൻ്റെ വരുന്നു. അപ്പോൾ RSSന് ഗുണം കിട്ടുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ചാടി വീഴുന്നു. അങ്ങനെ അതിൻ്റെ കഥ മൊത്തം മാറിയ കഥയാണ്. അതവിടെ നിന്നു. അത് കഴിഞ്ഞാണ് നവോത്ഥാന സദസ്സ് വരുന്നത്, സമിതി വരുന്നത്. അതൊരു നല്ല തമാശയാണ്. ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യാഗുരുവും വൈകുണ്ഠസ്വാമികളൊക്കെ ജാതിക്കും മതത്തിനും എതിരായിട്ടാണ്, അതിൽ നിന്ന് മോചനം നേടാനാണ് നവോത്ഥാനം കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ എല്ലാ ജാതിമത സംഘടനകളും കൂടെ ഒന്നിച്ചിരുന്നിട്ട് നമുക്ക് നവോത്ഥാനം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. എന്ത് നവോത്ഥാനം നമുക്കറിയുന്നില്ല. പുന്നല ശ്രീമാർ KPMS SNDPയുടെ വെള്ളാപ്പള്ളി നരസിംഹൻ ചെയർമാൻ, പുന്നല ശ്രീമാർ കൺവീനർ, ഇങ്ങനെ വന്നു. ഇവരുടെ ഇടയിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം വന്നിട്ടുണ്ട്. പുന്നല പറയുന്നത് സ്ത്രീകളെ കയറ്റണം എന്നാണ്, അതിൽ സർക്കാർ പിന്നോട്ട് പോകരുത്. വെള്ളാപ്പള്ളി പറയുന്നത് കയറ്റരുത് എന്നാണ്. സുകുമാരൻ നായർ പറയുന്നത് NSSൻ്റെ കയറ്റരുതെന്നാണ്. അപ്പോൾ ഇതിനകത്തൊരു ആശയക്കുഴപ്പം വന്നിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല കൈപൊള്ളിയതാണ്. സർക്കാർ എപ്പോൾ ഭൂരിപക്ഷ പ്രകടനം നടത്താൻ അപ്പോഴെല്ലാം കൈപൊള്ളിയിട്ടുണ്ട്. അത് ഇതിന് മാത്രമല്ല, മുസ്ലിങ്ങളെ പ്രകടിപ്പിക്കാൻ കുറച്ച് കാലം ഇങ്ങനെ ശ്രമിച്ചിട്ടും ഒരു ഗുണവും കിട്ടിയില്ല. അവർ വോട്ടൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഹിന്ദുക്കളെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വോട്ട് ചെയ്യുന്നില്ല. ശബരിമലയിൽ എല്ലാവരും കയറി കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു, അത് പോയി. അത് കഴിഞ്ഞിട്ട് 19 സീറ്റായപ്പോൾ നഷ്ടപ്പെട്ടു. ഒരു സീറ്റ് കിട്ടുള്ളൂ, ആരിഫിൻ്റെ സീറ്റ് മാത്രമേ കിട്ടുള്ളൂ ആലപ്പുഴ. 19 സീറ്റ് നഷ്ടമായപ്പോൾ എല്ലാ വീടുകളിലും ചെന്ന് കരയാൻ തുടങ്ങി, സങ്കടപ്പെട്ട് പറയാൻ തുടങ്ങി, ഞങ്ങൾ അയ്യപ്പൻ്റെ കൂടെയാണ്, നിങ്ങളെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നിട്ട് ഇപ്രാവശ്യത്തെ പാർലമെൻറ്റിൽ ക്ലച്ച് പിടിച്ചില്ല. ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന് മുമ്പേ ഉള്ള ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് ഇതെന്നാണ് UDFൻ്റെ ആരോപണം. UDF എന്തിന് വരുന്നു? നിങ്ങൾ കേരള കോൺഗ്രസ്സുകാരും ക്രിസ്ത്യാനികളും മുസ്ലിം ലീഗുകളും നിങ്ങളെ കൂടെ ഉള്ളവരല്ലേ, നിങ്ങളെന്തിന് വരുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ഇതൊരു വലിയ വിവാദമാക്കി, തർക്കമാക്കി. പ്രശാന്ത് പറയുന്നത്, നമ്മുടെ ദേവസ്വം ബോർഡ് പ്രശാന്ത് പറയുന്നത്, ഏതോ വിദേശി ഇവിടെ വന്ന് അയ്യപ്പനെ ഭക്തൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു അയ്യപ്പന് കുറച്ചുകൂടെ പ്രശസ്തി കിട്ടും, ഇങ്ങനെ ആഗോള സംഗമം വയ്ക്കാൻ പറഞ്ഞു. കേരളത്തിലൊരു ആഗോള സംഗമം വെച്ചതുകൊണ്ട് അയ്യപ്പനെന്ത് പ്രശസ്തി കിട്ടുമെന്നുള്ളൊരു വേറൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അമേരിക്ക, ബ്രിട്ടൻ, മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് വയ്ക്കണം. പിന്നെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സംഗമങ്ങൾ വെച്ചിട്ടൊന്നുമല്ല ആളെ കൂട്ടുന്നത്. അവിടെ പൂജ, മറ്റു കാര്യങ്ങളൊക്കെയാണ് പ്രധാനം. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് യുക്തിവാദം, നിരീശ്വരവാദം, ഇതൊക്കെ പറയുന്നതും പ്രചരിപ്പിക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ അവർ അത് പറഞ്ഞാൽ ഓടത്തില്ല ഇന്ത്യയിലും കേരളത്തിലും. അതുകൊണ്ട് വിശ്വാസികളുടെ കൂടെയാണ് ഞങ്ങൾ വിശ്വാസികൾ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുന്നു. അത് തന്നെ ആശയപരമായൊരു പാപ്പരത്വമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യുന്നു. അല്ലെങ്കിൽ RSS ഇത് കൈയടക്കി കളയും, BJP കൈയടക്കി കളയും എന്നൊക്കെയാണ് അവരുടെ വാദം. ആര് കൈയടക്കും എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഇവർക്ക് അവരുടെ തത്വശാസ്ത്രത്തിൽ വെള്ളം ചേർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും സംഗമം ഒരു വലിയ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. അതേസമയം തന്നെയാണ് ഇക്കഴിഞ്ഞ വർഷം ഈ യുവതീ പ്രവേശനത്തെ അടക്കം അനുകൂലിച്ചുകൊണ്ട് CPM രംഗത്ത് വന്നത്. അതിലൊരു നിലപാട് വ്യക്തത ഇല്ലല്ലോ. ഇപ്പോഴും ഇല്ല. കാരണം ഇന്നലെ പ്രശാന്ത് പറഞ്ഞൊരു വാചകമുള്ള ദേവസ്വം പ്രസിഡന്റ്, നമ്മൾ ഇനി കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ എന്ത് കൊടുക്കും, ഇതിൽ കയറണ്ട എന്നുള്ള അഭിപ്രായമാണ് കൊടുക്കും. പക്ഷേ അത് എത്ര കാലം എപ്പോൾ കൊടുക്കും എന്നൊന്നും അറിയില്ല. അതിലൊരു തട്ടിപ്പുണ്ട്. പിന്നെ രണ്ടിടത്തൊരു തട്ടിപ്പ് കിടക്കുന്നത്, ഒരുപാട് ആളുകൾ സമരം ചെയ്തു, ചെറുപ്പക്കാരെ കൂടുതൽ ചെയ്തു, ചെറുപ്പക്കാരികൾ. അവരെന്തിനാ സമരം ചെയ്ത്? പൊതുകാര്യത്തിനല്ലേ. അവർക്കെതിരെ അടക്കം കേസെടുത്തിട്ടുണ്ട്. അതിലൊരു തീരുമാനം. അതാ ഞാൻ പറഞ്ഞു, പൊതുകാര്യമല്ലേ. ഇവിടെ എത്രയോ പൊതുകാര്യങ്ങളിൽ ആളുകൾ പങ്കെടുക്കുന്നു. അതെല്ലാം കോടതി ചെല്ലുമ്പോൾ എന്ത് കിട്ടും? ജാമ്യം കിട്ടും, കേസ് എഴുതി കളയും. കാര്യം പൊതുകാര്യത്തിനല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടെ ഭരിക്കാൻ ഒക്കില്ല അവരുടെ നേതാക്കൾക്ക്. എത്ര കേസാണ് അവർക്ക്. പക്ഷേ കോടതി ചെല്ലുമ്പോൾ കോടതി പറയാം അത് കുഴപ്പമില്ല, മാപ്പ് പറയാം, സോറി ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വിടും. ഇത് കുറേ ചെറുപ്പക്കാർക്കാണ് വിദേശത്ത് പോകാൻ പറ്റാത്തത്. പിന്നെ നാമജപ ഘോഷയാത്ര നടത്തിൻ്റെ പേരിൽ ഒരുപാട് പേരിൽ കേസുണ്ട്. എനിക്കിതന്നെ അറിയാവുന്ന വ്യക്തിപരമായ ഈ കേസൊക്കെ ഒന്ന് പിൻവലിച്ച് ഇതിലൊരു സത്യസന്ധമായ ഒരു നയം CPM സർക്കാർ രൂപീകരിക്കണം. അത് ഇതിന് മാത്രമല്ല, പൊളിറ്റിക്കലായിട്ടും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ അത് കൊണ്ടുവരുന്നില്ല. അതൊരു വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഉപാധികൾ വെച്ചുകൊണ്ട് BJP വരുന്നത്. BJPനകത്ത് രാഷ്ട്രീയം കാണുന്നുണ്ട്, അവരും ഉപാധി വെച്ച് വരുന്നു. കോൺഗ്രസിൻ്റെ നല്ല രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് സതീശനൊക്കെ ഇന്നലെ ചൂടാവുകയൊക്കെ ചെയ്തും കൊടുത്തില്ല, അവർ കമ്മിറ്റി കൂടി പറയാമെന്നൊക്കെ പറയുന്നത്. എന്തായാലും അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് വീണ്ടും വിവാദമായിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയുകയാണ്, ഈ നാട്ടിൽ അയ്യപ്പൻ സംഗമവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അയ്യപ്പൻ്റെ ക്ഷേത്രം തന്നെ ശാസ്താ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ്, കുളത്തുപുഴ ശാസ്താവ് എന്നൊക്കെ പറഞ്ഞ് 7 ക്ഷേത്രമുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങൾ, അയ്യപ്പ വിഗ്രഹങ്ങൾ ക്ഷേത്രമുണ്ട്. ഒരിടത്തും ഒരു വിവാദമില്ല. ഇവിടെ മാത്രമേ വിവാദമുള്ളൂ. കാര്യം എന്താണ്? ഇവിടുത്തെ നടവരവാണ് ഈ പ്രശ്നം. കോടിക്കണക്കിന് രൂപ വരുന്നു. അല്ല, അവിടെ കുറച്ച് പൈസ കുറഞ്ഞ ആൾ കുറഞ്ഞാൽ ഈ ഒരു അയ്യപ്പനെ രക്ഷിക്കാനും ആരും ഇറങ്ങില്ല.
അയ്യപ്പൻ്റെ സംഗമത്തിനും ആരും ഇറങ്ങില്ല, ഒന്നും ഇറങ്ങില്ല. പക്ഷേ ഇത് പണം വരുന്നു, പിന്നെ ധാരാളം ഭക്തർ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ഒരു വിവാദവും തർക്കമാക്കി കൊണ്ടുപോകും. എത്രയോ ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ കയറ്റുന്നില്ല, എത്രയോ ക്ഷേത്രങ്ങളിൽ പിന്നെ ഷർട്ട് ഇട്ടുകൊണ്ടല്ലാതെ ഇപ്പോഴും കയറാൻ പറ്റത്തില്ല, എത്രയോ ഗുരുവായൂർ യേശുവാരെ കയറ്റുന്നില്ല. അങ്ങനെ എത്രയോ വിഷയങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ പൊതുവിഷയമല്ല. ശബരിമലയാണ് നമ്മളൊരു വിഷയം. കാരണം എന്താണ്, അതൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അവിടെ ഒരുപാട് ആളുകൾ പോകുന്നു. ഞാൻ ദീർഘമായി പറയുന്നില്ല. എന്തായാലും വലിയ വിവാദമാണ് മലയാളി ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യമില്ല. വിശ്വാസികൾക്കുള്ളത്, രാഷ്ട്രീയത്തിനുള്ളത്. ഇത് കൂട്ടിയോജിപ്പിക്കരുതെന്ന് കാറൽ മാർക്സിൻ്റെ കാലം മുതലേ പറഞ്ഞു വരുന്നതാണ്. പക്ഷേ ഗാന്ധിജിയൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ആര് കേൾക്കാൻ, എന്ത് ചെയ്യാൻ? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് അയ്യപ്പൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നതാണ്. അയ്യപ്പൻ എന്നെ കൊണ്ട് പറയിക്കണമെന്ന് വിചാരിച്ചോളൂ. ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറി കാട്ടിപ്പോയിരിക്കുന്നത് സ്വസ്ഥത കിട്ടാനാണ്. നൈഷ്ഠിക ബ്രഹ്മചാരിയായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനമാണ്. ചെറുപ്പക്കാരനല്ലേ, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ദൈവം അത് അങ്ങോട്ട് പോയി എന്ത് ചെയ്യരുത്, ശല്യം ചെയ്യരുത്. ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സുഗതകുമാരി ടീച്ചർ ഒരിക്കൽ പറഞ്ഞു, എന്തിനാ ഇത്ര ആളുകൾ ശബരിമല പോകുന്നത്? അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി എത്രയാണ് ശബരിമലയുടെ? ഒരു എൻവയോൺമെൻറ്റൽ ആംഗിളിൽ നോക്കൂ, അതിനൊരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. ശബരിമല എന്ന് പറഞ്ഞാൽ മലയ്ക്ക് അവിടെ പോകേണ്ടത് മെക്കയിൽ പോകും പോലെ, മദീനയിൽ പോകും പോലെ എല്ലാ വർഷവും നിരന്തരം പോകുന്നൊരു സ്ഥലമല്ലത്. അത് വളരെ സെലക്റ്റീവായ വർഷങ്ങളിൽ ഒരു വളരെ വലിയ രൂപത്തിൽ പോകേണ്ട ഒരു ഭക്തി കേന്ദ്രമാക്കി മാറ്റി കൂടുതൽ ഭക്തിസാന്ദ്രമായ ഒരു അമ്പലമാക്കിയാണ് അതിനെ മാറ്റേണ്ടത്.